ചേതൻ, മലബാറിനെ സംബന്ധിച്ചിടത്തോളം വിഷു എന്നത് വലിയൊരു ഉത്സവമാണ്. ഇന്ന് വൈകുന്നേരം മുതൽ പടക്കം പൊട്ടിച്ചു തുടങ്ങിയാൽ മറ്റന്നാൾ രാവിലെ ആയിരിക്കും അത് അവസാനിക്കുന്നത്. അത്ര ബഹളത്തോടു കൂടി ആഘോഷത്തോടു കൂടിയാണ് മലബാർ സാധാരണ വിഷുവിനെ വരവേൽക്കാറ്. ചേതൻ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. സാധാരണഗതിയിൽ തന്നെ വലിയ തിരക്കുള്ള നഗരമാണ് മിഠായി തെരുവ്. ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ്? വിപണികൾ എത്ര സജീവമാണ്? അന്ന പറഞ്ഞതുപോലെ തന്നെ വിഷു മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ മലബാർ മേഖലയിൽ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചോളം വളരെ ഇന്ന് വൈകിട്ട് ആഘോഷം തുടങ്ങുകയാണെങ്കിൽ പുലരും വരെ പടക്കമുളൊക്കെ പൊട്ടിച്ച് ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉറങ്ങാറില്ല വിഷുവിൻ്റെ അന്ന്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമായും കോഴിക്കോടിൻ്റെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു തിരക്കാണ്. നാട്ടുകാർ കണി വെക്കാനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഈ വസ്ത്രം വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. നാട്ടുകാർ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് പൂഴി എറിഞ്ഞാൽ തിരിച്ച് മണ്ണിലേക്ക് പതിക്കാത്ത അത്ര തിരക്കാണ്. അതുപോലെ തന്നെ തുണികളും അതുപോലെ തന്നെ ചൂടപ്പം പോലെ ഇങ്ങനെ വിറ്റ് പോവാണ്. ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ കള്ളസാകും. നാട്ടുകാർ വളരെ സന്തോഷത്തിലാണ്. വിഷുവിനെ വരവേൽക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളിലുമാണ്. ഇവിടെ പലവിധ കച്ചവടവും നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വസ്ത്രത്തിൻ്റെ കച്ചവടമാണ്. അവസാനവട്ട നല്ലൊരു വിലക്കുറവിലും ആണ് ഇത്തവണ കച്ചവടം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ അറിയാം. വസ്ത്രങ്ങൾ ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ വെക്കാം. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായിട്ടാണ്, ഓക്കെയാണ്, അടിപൊളിയാണ്. തിരക്ക് സൂപ്പറാണ്, നല്ല കച്ചവടമാണ് നടക്കുന്നുണ്ട്. എങ്ങനെ വിലയൊക്കെ നമുക്ക് സെറ്റാണ്. ബാക്കി ഷോറൂമിനെക്കാട്ട് മൂന്നിനായിട്ടൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് സാധനം കിട്ടുന്നുണ്ട്. നല്ല കളക്ഷൻ ഉണ്ട്, സൂപ്പറാണ്, അടിപൊളിയാ. അടിപൊളി അടിച്ചു പൊളിക്കുന്നു. ദൃശ്യങ്ങൾ തന്നെ ഒരു കൊച്ചുകുട്ടി ഇവിടെ ദൃശ്യങ്ങൾ വസ്ത്രം വാങ്ങാൻ വന്നതാണ്. എന്താ അവളുടെ പേര് രുദ്ര. ആ ഹായ് പറ, അങ്ങോട്ട് നോക്കി ഹായ് പറ. ഹായ് പറ, അവൾക്ക് എല്ലാം കൂടി കണ്ടിട്ടാ. ഒരു ഹായ് പറ. വിഷുവൊക്കെ അടിപൊളിയാക്കാൻ പോവാ. വന്നതാ, വസ്ത്രങ്ങളും അതുപോലെ തന്നെ പടക്കങ്ങളും എല്ലാ സാധനവും വാങ്ങിച്ചു. എത്ര മണിക്ക് ഏകദേശം പൊട്ടിക്കാൻ തുടങ്ങും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. മക്കളുള്ളതല്ലേ, ചെറിയ മക്കളല്ലേ, അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു 6 മണി 7 മണിക്കൊക്കെ പൊട്ടിച്ച് തീർത്ത് അവർ സെറ്റാക്കണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങൂല. കണി വാങ്ങാനുള്ള സാധനം വസ്ത്രങ്ങളൊക്കെ വാങ്ങിയില്ല? എല്ലാം വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. അന്ന ഇവിടെ കാണുന്ന പോലെ തന്നെ എല്ലാവരും ആ ഒരു വൈബിലാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവസാനവട്ട കുറച്ചും കൂടി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. കുറച്ചും കൂടി നമുക്കിവിടെ നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വസ്ത്രങ്ങളും അതുപോലെ തന്നെ ചെരുപ്പുകളും അടക്കം ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റ് അങ്ങ് പോവുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഒരു വിഷുവിനെ വരവേൽക്കാനുള്ള ഒരു സന്തോഷം തന്നെ. വിഷുവിന്റെ വൈബാണ് ഈ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.